നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അർജന്റീനൻ ഫാൻസിനെ ഇന്നലെ മതിമറന്ന് ആഘോഷിച്ചിട്ടുള്ള ഒരു രാത്രിയായിരിക്കും അല്ലേ? ഇങ്ങനെ ഒരു കംബാക്ക് നമ്മൾ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇൻ ദ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഏതോ ഒരു ഗെയിം ബ്രില്യൻ്റ് ആയിട്ടുള്ള കംബാക്കിലൂടെ 79ാമത്തെ മിനിറ്റ് വരെ റിഗ്ഡ് അല്ലാത്ത ഗെയിം, പിന്നീട് അങ്ങോട്ട് റിഗ്ഡായ ഗെയിം, കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള ഗെയിമായിരുന്നു അത്. ആ ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ ഒരുപാട് എക്സൈറ്റിംഗ് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. കംബാക്കിൽ സ്ട്രക്ചർ മാറിയതുണ്ടായിരുന്നു. സ്കലോണിയൊക്കെ ആലോചിക്കുന്നുണ്ടാവും, ഇത്രയും കഷ്ടപ്പെട്ട് സ്ട്രക്ചറിലും ടാക്ടിക്സിലൊക്കെ വ്യത്യാസം വരുത്തിയ ഞാൻ ഈ റിഗ്ഡ് ആണെന്നുള്ള പഴി കേൾക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ളത്. എന്നിരുന്നാലും അതിന്റെ അനാലിസിസിലേക്ക് നമുക്ക് ഡയറക്റ്റ് തന്നെ പോകാം. മത്സരത്തിന്റെ ഷേപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. 4-3-3 എന്നൊരു ഷേപ്പിലാണ് അർജന്റീന അണിനിരുന്നത്. ഈ ഒരു ഫോർമേഷനിൽ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഫ്രണ്ട് ത്രീ എപ്പോഴും നാരോ ആയിട്ട് നിൽക്കുന്നത് കണ്ടു. ഇതെന്തിനാ ചെയ്യുന്നത്? ഫുൾ ബാക്സിന് സ്പേസ് അറ്റാക്ക് ചെയ്യാനായിട്ടാണ് അർജന്റീന ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഈജിപ്ത് ഹൈ പ്രസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഹൈ പ്രസ് ചെയ്യുന്നത് കോർഡിനേറ്റഡ് ആയിട്ടാണോ? അല്ല. കാരണം പല സാഹചര്യങ്ങളിലും ഡിഫെൻസീവ് ലൈൻസ് തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഡിസ്റ്റൻസ് വരുമ്പോഴേ എന്താ പ്രശ്നം എന്നറിയോ? ഒരുപാട് ഗ്യാപ്സ് ഉള്ളിലേക്ക് വരുമ്പോൾ പ്ലെയേഴ്സിനെ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് റിസീവ് ചെയ്ത് ടേൺ ചെയ്യാനൊക്കെ സമയം കിട്ടും. ഇനി അത് മാത്രമല്ല, ഇപ്പം ലോങ് പോവാണെന്ന് വിചാരിക്കാം, ബാക്ക് ലൈൻ ഡ്രോപ്പ് ചെയ്യും, ബാക്കി രണ്ട് ലൈൻസ് തമ്മിൽ ഒരുപാട് സ്പേസ് വരികയാണെങ്കിൽ സെക്കൻഡ് ബോൾസിനായിട്ട് ഓപ്പോസിഷൻ ടീമിന് പ്ലെയേഴ്സ് ഒരുപാടധികം ഫ്രീ സ്പേസിലുണ്ടാവും. വേറൊരു കാര്യം അർജന്റീന ചെയ്തിരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു സ്പേസ് ബിറ്റ്വീൻ ദ ലൈൻസ് ഉണ്ടായിരുന്നുള്ളത്. ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് മെക്കാലിസ്റ്ററും ഡീപ്പോളും എടുത്തിരുന്ന പൊസിഷൻസ് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ മെസ്സി സെൻറ്റർ ബാക്കിനെ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടാവും, ലോട്ടാറോ മാർട്ടിനസ് അല്ലെങ്കിൽ ഇന്നലെ അൽവാരസ് മറ്റൊരു സെൻറ്റർ ബാക്കിനെ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഡീപ്പോളും മെക്കാലിസ്റ്ററും ആ ഒരു ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസിൽ നിന്നിട്ട് ഒരുപാട് ഇറങ്ങി വന്നിട്ട് സ്പേസും സെപ്പറേഷനും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അപ്പോൾ അത് ഫോളോ ചെയ്താൽ പോരെ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അർജന്റീന തങ്ങളുടെ ഫുൾ ബാക്സിനെ ഹൈ ആയിട്ട് പുഷ് ചെയ്യുമ്പോൾ ഇൻ ബിഹൈൻഡ് ത്രെറ്റുകൾ ഓൺ ആവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ചുമ്മാ അങ്ങനെ പുഷ് ചെയ്യാനും കഴിയില്ല. അവിടെയാണ് ഈ പറയുന്ന പോലെ റിസീവ് ചെയ്തിട്ട് ടേൺ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇൻ ബിഹൈൻഡ് പാസസ് കൊടുക്കാനായിട്ടും അർജന്റീനയ്ക്ക് സാധിക്കാം. ഇതിന്റെ പ്രൈമറി റീസൺ എന്താന്ന് പറയുന്നത് സെന്റർ ബാക്സിന്റെ വിഡ്ത്താണ് കേട്ടോ. ഒരുപാട് വൈഡായിട്ട് സെന്റർ ബാക്സിനെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്ത്ത് കൊടുക്കാൻ സെന്റർ ബാക്സിന് പറ്റും. പിന്നീട് ഈ പറയുന്ന പോലെ ഫുൾ ബാക്സിനെ നമുക്കപ്പോൾ പുഷ് ചെയ്യാം. അങ്ങനെ ഈ ഒരു സ്ട്രക്ചർ അർജന്റീനയ്ക്ക് കിടിലനായിട്ട് നല്ല യൂസ് ചെയ്യാൻ പറ്റി. ഇനി അറ്റാക്കിംഗ് തേർഡിലേക്ക് വരുമ്പോൾ ഒരു 3-4-3 എന്നുള്ള ഒരു ഷേപ്പിലേക്കാണ് അർജന്റീന പോരുന്നത്. അതായത് ഒരു 4-4-2 ഇരിക്കുന്ന ഈജിപ്തിനെതിരെ ഫുൾ ബാക്സിനെ വൈഡായിട്ട് പുഷ് ചെയ്യുന്നു, ഹൈ ആയിട്ടും. അപ്പോൾ ഒരുപാട് നാരോ ആയിട്ടാണ് ഈജിപ്ത് ഡിഫെൻസീവ് ഷേപ്പിൽ ഇരുന്നിരുന്നത്. ഇതിനാൽ തന്നെയാണ് ഈ പറയുന്ന ഔട്ടർ ചാനൽസിൽ, അതായത് വൈഡർ ചാനൽസിൽ ഒരുപാട് സ്പേസും ടൈമും കിട്ടാനായിട്ട് ഫുൾ ബാക്കിന് സാധിച്ചത്. ഇതിന്റെ മെയിൻ കാരണം അർജന്റീനയുടെ ആ ഒരു ഷേപ്പ് തന്നെയാണ് ഉണ്ടാകുക. കാരണം മെസ്സിയും അൽവാരസും ഈ പറയുന്ന പോലെ സെന്റർ ബാക്സിന്റെയും ഫുൾ ബാക്സിന്റെയും ഇടയിൽ പൊസിഷൻ ചെയ്യും. മെക്കാലിസ്റ്റർ ആവട്ടെ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് വരും. ഈ ഒരു പേഴ്സണലി ചേഞ്ചസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ മെസ്സി ആയിരിക്കും ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് വരാം, അല്ലെങ്കിൽ അൽവാരസ് ആയിരിക്കും. പക്ഷെ എന്തായാലും ഈ ഒരു സ്ട്രക്ചർ കാരണം പ്രോപ്പറായിട്ട് ഒരു പ്ലെയർക്കും കമ്മിറ്റ് ചെയ്യാനായിട്ട് ഈജിപ്തിൽ നിന്ന് സാധിച്ചിരുന്നില്ല ബാക്ക് ലൈൻ ഓഫ് ഡിഫൻസിൽ നിന്നിട്ട്. ഇനി കമ്മിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇൻ ബിഹൈൻഡ് സ്പേസസ് ഓപ്പൺ അപ്പ് ആയിരുന്നു. ഒരു ബാക്ക് ഫൈവിലേക്ക് ഈജിപ്ത് പോകുമായിരുന്നു. കാരണം അർജന്റീന ഫുൾ ബാക്സ് പുഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വിങ് ബാക്സ് ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിനെ ജോയിൻ ചെയ്യണം. അങ്ങനെ ജോയിൻ ചെയ്താൽ പോലും ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിൽ നിന്നിട്ട് ഒരു പ്ലെയർ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പേസസ് ഓപ്പൺ അപ്പ് ആയിരുന്നു. അങ്ങനെയാണ് അർജന്റീനയ്ക്ക് ആ ഒരു പെനൽറ്റി കിട്ടുന്നത്. പെനൽറ്റിയിലേക്ക് വരുമ്പോൾ മറ്റു കാര്യങ്ങളുണ്ട്. നമുക്കതിൽ മെസ്സിയെ കുറിച്ച് സംസാരിക്കാം. മെസ്സിയെ ഇന്നലെ ഈജിപ്ത് നീറ്റായിട്ട് തന്നെ ഡീൽ ചെയ്തു എന്ന് പറയാം. എപ്പോൾ വരെ 78ാമത്തെ മിനിറ്റ് വരെ. ഇതെങ്ങനെ ഇവർ ഡീൽ ചെയ്തതെന്നറിയോ? ഈ പറയുന്ന 5-3-2 എന്നുള്ള ഷേപ്പിലേക്ക് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ 5-4-1 എന്നുള്ള ഷേപ്പിലേക്ക് ഇരിക്കുമ്പോൾ മെസ്സിയെ ബോക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവർ ശ്രമിച്ചിരുന്ന സ്ട്രാറ്റജി. ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിൽ നിന്ന് ഒരു പ്ലെയർ എപ്പോഴും മെസ്സിയെ ടൈറ്റായിട്ട് മാർക്ക് ചെയ്യുന്നു. ടേൺ ചെയ്യാനായിട്ട് അനുവദിക്കാത്ത സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിൽ നിന്നിട്ട് 1-2 പ്ലെയേഴ്സ് മെസ്സിയെ ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് എപ്പോഴും റെഡി ആയിട്ട് നിൽക്കുന്നു. മെസ്സിക്ക് ബോൾ കിട്ടിയ ഉടനെ ജമ്പ് ചെയ്യും. ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അല്ലിക്കേണ്ട ഈ ചങ്ങാനൊന്ന് വെറുതെ വിട്ടൂടെ. പക്ഷെ മെസ്സിയാണ് ആരുടെ കളിക്കുന്നത്. ഈ പെനൽറ്റിക്ക് വരുമ്പോൾ മെസ്സി ഒരുപാടധികം ഡ്രോപ്പ് ചെയ്ത് താഴേക്ക് വരികയാണ്. ഡ്രോപ്പ് ചെയ്ത് വന്ന് താഴേക്ക് വന്നിട്ടാണ് മെസ്സി കൊടുക്കുന്ന ഒരു പാസിൽ നിന്നിട്ടാണ് എൻസോ ഫെർണാണ്ടസ് അവിടെ ബിറ്റ്വീൻ ദ ലൈൻസ് റിസീവ് ചെയ്യുന്നത്. പക്ഷെ ഇത് പ്രശ്നമാവുന്നുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴാണെന്നറിയോ? ലേറ്റ് സ്റ്റേജസ് ഓഫ് ദ ഗെയിമിലേക്ക് വരുമ്പോൾ ഇത് പ്രശ്നമാവുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈജിപ്ത് ലീഡ് എടുത്തതിന് ശേഷം മെസ്സി പറയുന്ന പോലെ സെൻട്രൽ സോൺസിൽ വന്നിട്ട് ഡീപ്പായിട്ട് റിസീവ് ചെയ്യുമ്പോൾ ഒരുപാടധികം പ്ലെയേഴ്സ് ഫോർവേഡിലേക്ക് കമ്മിറ്റഡ് ആയിരുന്നു. അപ്പോഴെന്താ സംഭവിക്കുന്നത്? റെസ്റ്റ് ഡിഫെൻസ് പൊളിയാനായിട്ട് അർജന്റീനയുടെ തുടങ്ങി. മെസ്സി ഇൻ കേസ് അവിടെ നിന്ന് ബോൾ ലൂസ് ചെയ്യുകയാണെങ്കിൽ, വിച്ച് ഇസ്
ഭയങ്കര റയറാണ്. പക്ഷെ അങ്ങനെ ലൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന റിക്കവറി പേസ് ഇല്ലാത്തതിനാലും മറ്റ് പ്ലേയേഴ്സിനെ ഫോർവേഡിലേക്ക് കമ്മിറ്റ് ചെയ്തതിനാലും അർജന്റീന ഒരുപാട് ട്രബിളിൽ പോകുന്ന കണ്ടു. ഇതിനാൽ തന്നെ ട്രാൻസിഷൻസിൽ ഭയങ്കരമായിട്ട് ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സെക്കൻഡ് ഹാഫിൽ ഈജിപ്തിന് സാധിച്ചിരുന്നു. എസ്പെഷ്യലി അവർ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടുള്ള ബ്ലോക്കിലായിട്ട് ഇരുന്നത്. അതുകൊണ്ട് തന്നെ അർജന്റീന ഒരുപാട് പ്ലേയേഴ്സിനെ ഫോർവേഡ് കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ സ്ട്രക്ചറിൽ വന്നതിനാൽ ബ്രില്യൻ്റ് ആയിട്ടൊരു ടാക്ടിക്കൽ ചേഞ്ച് സ്കലോണി നടത്തുകയാണ്. അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഈജിപ്ത് എങ്ങനെയായിരുന്നു അർജന്റീനയുടെ ബ്രേക്ക് ചെയ്ത് നോക്കാം. കാരണം ഈ പറയുന്ന പോലെ വൺ സൈഡഡ് ആയിരുന്നില്ല ഗെയിം. നല്ലപോലെ ഫസ്റ്റ് ഹാഫിലൊക്കെ ഈജിപ്തിന് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും പ്ലേ ഔട്ട് ചെയ്യാനൊക്കെ സാധിച്ചിരുന്നു. ഇതിൽ അവർ ഏറ്റവും അധികം സംഭവിക്കേണ്ടത് അവരെ ബ്രേവറി ആയിട്ടാണ്. കാരണം 1v1s ഒക്കെ അവർ ബ്രില്യൻ്റ് ആയിട്ട് ഇന്നലെ ഡോമിനേറ്റ് ചെയ്തിരുന്നു. ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ വിങ്ങറൊക്കെ ഡ്രിബിൾ ചെയ്തിട്ട് ആ ഒരു ഗോൾ വന്നതൊക്കെ നമ്മൾ കണ്ടാണ്. എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് അവിടെ 1v1s ഒക്കെ എടുത്തു പോയിരുന്നത്. ഒരു ഡിഫെൻസീവ് വീക്ക്നെസ് കേപ്പ് വെർദെക്കെതിരെയും അർജന്റീന ഷോ ചെയ്തിരുന്നു. ഒരുപാട് റൊട്ടേഷൻസ് ഈജിപ്ത് ഇന്നലെ അർജന്റീനയ്ക്കെതിരെ നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വൈഡർ ആയിട്ടുള്ള സോണുകളിൽ നിന്നിട്ട് ഈ വൈഡർ ചാനൽസിലേക്ക് പ്ലേ ഔട്ട് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് ഇൻസൈഡിലേക്ക് കമ്പൈൻ ചെയ്യാനായിട്ട് ഈജിപ്തിന് ഇന്നലെ സാധിച്ചു. ഇതുകൊണ്ട് തന്നെ സ്വിച്ച് ഓഫ് പ്ലേസും വളരെയധികം എഫക്റ്റീവ് ആവുന്നുണ്ടായിരുന്നു. കാരണം പല പ്ലെയേഴ്സും അർജന്റീനയുടെ പ്രസിങ്ങിലേക്ക് കമ്മിറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഡ്രോൺ ഔട്ട് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബോൾ സർക്കുലേഷൻ കിടിലനായിട്ട് ഈജിപ്തിന് നടത്താൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് പ്ലേ ഔട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഇതോടൊപ്പം എക്സലൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് കൂടി വന്നപ്പോൾ അർജന്റീനനെ പെട്ടെന്ന് തന്നെ ഒരു മിഡ് ബ്ലോക്കിലേക്ക് പറഞ്ഞയക്കാനായിട്ട് ഈജിപ്തിന് സാധിച്ചു. ഈ മിഡ് ബ്ലോക്കിലേക്ക് ഇരിക്കുമ്പോഴും അർജന്റീനയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ടോ. കാരണം ഈ പറയുന്ന 4-4-2 അർജന്റീന ഇരിക്കുമ്പോൾ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷറിന് വലിയൊരു ഇമ്പോർട്ടൻസ് അർജന്റീന കൊടുക്കാത്തതിനാൽ അല്ലെങ്കിൽ അവിടെ ഇല്ലാത്തതിനാൽ ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഐസൊലേഷൻസ് കൊടുക്കാനായിട്ട് ഈജിപ്തിന് സാധിച്ചിരുന്നു 1v1s ഒക്കെ. സോ അങ്ങനെ വരുമ്പോൾ ഹുലിയൻ അൽവാരസിന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് പ്രസ് ചെയ്യാൻ എത്തേണ്ടി വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ അർജന്റീനയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. കാരണം മെസ്സിക്ക് വേണ്ടി മരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷനും മറ്റൊക്കെ പറയുമ്പോൾ ഇതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, ടീം കൊഹീഷൻ എന്ന് പറയുന്നത്. ഒരു പ്ലെയറിന് വേണ്ടി ബാക്കി 10 പ്ലെയേഴ്സും മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന അർജന്റീനയ്ക്ക് ഇതൊന്നും ഡീൽ ചെയ്യാനായിട്ട് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ എന്നിരുന്നാലും സ്റ്റിൽ ഞാൻ പറയുന്നു, നല്ല ടീമുകൾക്കെതിരെ കാണണം. ടെക്നിക്കലി ഡോമിനേറ്റ് ചെയ്യുന്ന ടീമുകൾക്കെതിരെ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണണം. ആ മത്സരങ്ങൾ ഇതിനേക്കാളും എന്തായാലും എക്സൈറ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇതുകൊണ്ട് തന്നെ നല്ല പണി ഇന്നലെ അർജന്റീനയുടെ മിഡ്ഫീൽഡേഴ്സിന് എടുക്കേണ്ട വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നത് പെരേഡസ് ആയിരുന്നു. കാരണം ഡിഫെൻസീവ്ലി ഒരു സോളിഡ് സ്ട്രക്ചർ കൊടുക്കാനായിട്ട് പെരേഡസ് സഹായിച്ചു. ഈ ഒരു സെൻറ്റർ ബാക്സിന് മുന്നിൽ എപ്പോഴും ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡിഫെൻസീവ്ലി സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് പെരേഡസിന് ഇതിന് സാധിക്കുന്നുണ്ടായിരുന്നു. അതിലുപരി കൗണ്ടർ അറ്റാക്സ് പല രീതിക്കുണ്ടായിരുന്നു. പക്ഷേ ആ കൗണ്ടർ അറ്റാക്സിനൊക്കെ ചേർത്ത് നിൽക്കാനും ഡിഫെൻഡ് ചെയ്യാനായിട്ട് പെരേഡസ് ഇന്നലെ കാണിച്ച റോള് വലിയൊരു ഇമ്പോർട്ടൻ്റ് റോളായിരുന്നു. കാരണം ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ലാസ്റ്റത്തെ ഫേസിൽ അർജന്റീന 3rd ഗോൾ നേടുന്നതിനൊക്കെ മുന്നേ ഈ പറയുന്ന പോലെ പെരേഡസിൻ്റെ ഒരു സേവ് ഉണ്ടായിരുന്നു ഡിഫെൻസീവ്ലി. ആ ഒരു കൗണ്ടർ അറ്റാക്കിനെ മാമുഷിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൻറ്റിസിപ്പേഷൻ ആയിരുന്നത്. ഇനി അർജന്റീനയുടെ ടാക്ടിക്കൽ ബ്രില്യൻസിലേക്ക് വരാം. ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു സെൻറ്റർ ഓഫ് ദ പിച്ചിലൂടെ അല്ലെങ്കിൽ സെൻട്രൽ സോൺസിലൂടെ അർജന്റീന പ്ലേ ഔട്ട് ചെയ്യാനായിട്ട്. കാരണം ടൂർണമെന്റിൽ ഏറ്റവും മികച്ചതായിട്ടും ഏറ്റവും കൂടുതലും സെൻറ്റർ ഓഫ് ദ പിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ടീമാണ് അർജന്റീന എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ കാരണം മെസ്സി തന്നെയായിരുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയർ അവർക്കുള്ളതിനാൽ സെൻട്രൽ സോൺസിൽ അദ്ദേഹം ഡിപ്ലോയ് ചെയ്യപ്പെട്ടതിനാൽ അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വയബിൾ ഓപ്ഷൻ. പക്ഷേ ഈ പരിപാടി ഇന്നലെ നടക്കാത്തതിനാൽ അല്ലെങ്കിൽ നടത്തിക്കാത്തതിനാൽ മെസ്സി എന്ത് ചെയ്യുന്നു, വൈഡർ സോൺസിലേക്ക് പോകുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൽ വിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് മെസ്സി തീരുമാനിക്കുന്നു. അവിടെ നിന്നിട്ട് മെസ്സി കാഴ്ചവെച്ചൊരു ഡ്രിബിളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നു, പണ്ടത്തെ ഒരു മെസ്സിനെ ഓർമ്മിപ്പിക്കുന്ന രീതിക്കായിരുന്നു ആ ഒരു സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരുന്നു സ്കലോണി ചെയ്തതെന്നുള്ളത്. കാരണം ത്രൂ ഔട്ട് ദ ഗെയിം ഒരു വിങ്ങറായിട്ട് മെസ്സിയെ ഡിപ്ലോയ് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം ട്രാക്ക് ബാക്ക് ചെയ്യേണ്ടി വരും, ഒരുപാട് ഫിസിക്കൽ എഫേർട്സ് ഉണ്ടാവും. ഇതുകൊണ്ട് തന്നെ അവസാനത്തൊരു 15-20 മിനിറ്റ്സ് മെസ്സി അങ്ങനെ ഡിപ്ലോയ് ചെയ്തിട്ട് സെൻറ്റർ ഓഫ് ദ പിച്ചിൽ തങ്ങളുടെ സ്ട്രൈക്കേഴ്സിനെ റിലീസ് ചെയ്യണം. ഹുലിയൻ അൽവാരസിനെയും ലൊട്ടാരോ മാർട്ടിനസിനെയും ഉള്ളിലേക്ക് കൊണ്ടിരുന്നു. അറ്റ് ദ സെയിം ടൈം പിച്ചിലേക്കാണ് നടക്കുന്നു. ഈ പറയുന്ന നീക്കോ ഗോൺസാലസിനെ ലെഫ്റ്റ് വൈഡ് ചാനൽസിൽ വിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. അവിടെ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈ പറയുന്ന ഈജിപ്തിന് കമ്പാരിറ്റീവ്ലി വീക്കായിരുന്നു. കാരണം ഹുസൈനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കിയതിന് ശേഷം സീക്കോ, അവരുടെ സ്ട്രൈക്കർ ആയിട്ടുള്ള സീക്കോ ആയിരുന്നു കുറച്ച് നേരത്തേക്ക് ആ ഒരു വിങ് ബാക്ക് പൊസിഷൻ ഹോൾഡ് ചെയ്തിരുന്നത്. ഈ രണ്ട് സ്ട്രൈക്കറും ഓരോ സമയത്ത് പിച്ചിലുണ്ടെങ്കിലും ഹുലിയൻ അൽവാരസ് പലതവണ ഡ്രോപ്പ് ചെയ്തിട്ട് ഈ പറയുന്ന എഡ്ജ് ഓഫ് ദ ബോക്സിന്റെ അവിടെ പൊസിഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ലോങ് ഷോട്ട്സിനും ലേറ്റർ റൺസിനൊക്കെ കൊടുക്കാനായിട്ട് ഇതുള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റു പ്ലേയേഴ്സ് ബോക്സിലേക്ക് കയറുന്നു. മെസ്സി അവിടെ പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യാന്നാണ്. ഈ പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റു പ്ലേയേഴ്സിന് സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിനാൽ സാധിക്കുന്നു. അവിടെ നിന്നിട്ട്
ക്രോസസ് കൊടുക്കാനായിട്ട്, പിക്ചർ പെർഫെക്റ്റ് ക്രോസസ് കൊടുക്കാനായിട്ട് ലിറ്റിൽ മജീഷ്യന് സാധിക്കുകയാണ്. അങ്ങനെയാണ് അർജൻറ്റീന ആദ്യത്തെ ഗോൾ വരുന്നത്. സെക്കൻഡ് ഗോളും ഈ പറയുന്ന പോലെ അവിടെ നിന്നിട്ട് ആ ഒരു സോണിൽ നിന്നിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അൽവാരസും മെസ്സിയും കമ്പൈൻ ചെയ്തിട്ട് പിന്നീട് കൊടുക്കുന്നൊരു ക്രോസിൽ നിന്നൊക്കെയാണ് ആ ഒരു ഗോൾ അവസാനിക്കുന്നത്. പിന്നീട് ആ ഒരു കംബാക്ക് എൻസോ ഫെർണാണ്ടസിലൂടെ അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ബ്രില്യൻ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. ട്രാൻസിഷനിലായിരുന്നു അടിച്ചിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈയിടെ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച കംബാക്ക്, അവർ അറ്റ്ലീസ്റ്റ് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച കംബാക്ക് എന്ന് തന്നെ നമുക്ക് ആ ഒരു മത്സരത്തിനെ വിലയിരുത്താം. ഒരുപാട് പേര് പല കാര്യങ്ങളും പല കോൺട്രവേഴ്സികളും ഉയർത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ ഒരു വിജയത്തിനെ എടുത്തു മാറ്റാനായിട്ട് പോകുന്നില്ല. അങ്ങനെ അർജൻറ്റീന ക്വാർട്ടർ ഫൈനൽസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കൊളംബിയനെ ബീറ്റ് ചെയ്തിട്ടുള്ള സ്വിറ്റ്സർലൻഡാണ് അവരുടെ എതിരാളികൾ. ഇനി വരുന്നുള്ള മത്സരങ്ങൾ കാണാം. നമുക്ക് ടാക്ടിക്കൽ അനാലിസിസ് ആയിട്ട് മത്സരങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി വരുന്ന മാച്ചസിലെ അനാലിസിസ് ആയിട്ട് കാണുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. ബൈ.